شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. يا أيها الناس توبوا إلى الله أو كما قال رسول الله يا ربي بالمصطفى بل يوم قاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് സ്വർഗവാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയുടെ ചുറ്റുപാടും അടക്കപ്പെട്ട കബറാളികൾക്ക് അല്ലാഹു പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കബർ മശീദിക്കോളം അതിനോളം വിശാല നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ദുനിയാവിലേക്ക് അയച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ദുനിയാവിലേക്ക് അയച്ചത് അവന് വേണ്ടി ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരലോക ജീവിതമാണ് യാഥാർത്ഥ്യം. ഈ ദുനിയാവിലെ ജീവിതം പരലോകത്തിന് വേണ്ടി തയ്യാറാക്കലാണ്, തയ്യാറെടുപ്പെടുക്കലാണ്. ആഖിറത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അല്ലാഹു ഈ കുറഞ്ഞ ജീവിതമായി ദുനിയാവിൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ദുനിയാവിൽ ആഖിറത്തിന് വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. നാം എല്ലാവരും അല്ലാഹുവിലേക്ക് യാത്ര തിരിക്കുന്ന ഒരു ദിവസമുണ്ട്. നാം ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഈ ദുനിയാവിൽ നിന്ന് യാത്ര തിരിച്ച് ഖബറിലേക്ക് ചെല്ലുന്ന ഒരു അവസ്ഥയുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം ഓരോരുത്തരും അല്ലാഹുവിലേക്ക് ചെല്ലുമ്പോൾ, അല്ലാഹുവിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ദുനിയാവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. നാം ഓരോരുത്തരും മരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞുകൊണ്ട് ഒരു നല്ല മനുഷ്യനായി കൊണ്ട് ദുനിയാവിൽ നിന്ന് മരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അപ്പോൾ മാത്രമാണ് ഞാനും നിങ്ങളും വിശ്വാസികളായി മാറുന്നത്. നാം എല്ലാവരും മനുഷ്യ സഹജമായി പല പാപങ്ങളും ചെയ്യുന്നവനാണ്. ആ പാപങ്ങളെ കഴുകിക്കളഞ്ഞൊരു പുതിയ മനുഷ്യനായി മാറാൻ നമുക്ക് കഴിയണം. 100 പേരകുന്ന മനുഷ്യന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങളെ പുറത്തു കൊടുത്തെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം അല്ലാഹുവിനോട് നമ്മുടെ പാപങ്ങളെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെ പുറത്തു തരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ വലിയ പാപിയാണ് നബിയേ,
നബിയെ നിത്യം ഞാൻ പാപം ചെയ്യുന്ന ഒരു വലിയ പാപിയാണ് നബിയെ. അതിനെ ഞാൻ കുറെ പാപങ്ങൾ ചെയ്തു നബിയെ. എന്നിട്ട് ഞാൻ ആ പാപത്തിന് പശ്ചാത്തപിക്കുകയും ചെയ്യും. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ആ പശ്ചാത്തപിച്ച പാപത്തെ ഞാൻ വീണ്ടും ചെയ്യും നബിയെ. അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ഹബീബിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക, നീ റബ്ബിലേക്ക് പശ്ചാത്തപിക്കുക എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ വീണ്ടും പറയുന്നു, നബിയെ ഞാൻ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു ആത്മാർത്ഥതയോടെ ഇനി ഒരിക്കലും ഈ പാപത്തിലേക്ക് മടങ്ങുകയില്ലെന്ന ദൃഢനിശ്ചയത്തോടു കൂടി ഞാൻ അല്ലാഹുവിലേക്ക് ഞാൻ പാപമോചനം തേടി. എന്നിട്ടും ഞാൻ വീണ്ടും ആ പാപത്തിലേക്ക് പോകുന്നു നബിയെ. അല്ലാഹുവിന്റെ റസൂലേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നീ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക, നീ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്ന് ഹബീബ് പറയുമ്പോൾ നബിയെ ഞാൻ ഏതുവരെയാണ് പശ്ചാത്തപിക്കേണ്ടത്? ഞാൻ നിത്യം ഇങ്ങനെ പാപം ചെയ്യുന്നു, വീണ്ടും തൗബ ചെയ്യുന്നു, വീണ്ടും പാപം ചെയ്യുന്നു, വീണ്ടും പശ്ചാത്തപിക്കുന്നു. ഇങ്ങനെ ഞാൻ ഏതുവരെ ഞാൻ ഇങ്ങനെ തൗബ ചെയ്യണം നബിയെ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്നെ ശൈത്താൻ കീഴ്പ്പെടുത്തുന്നത് വരെ, ശൈത്താൻ തോറ്റു പോകുന്നത് വരെ നീ പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കണം. തങ്ങൾ പറയുകയാണ്, ശൈത്താൻ തോറ്റു പോകുന്ന അവസ്ഥയുണ്ട്. നീ വീണ്ടും പശ്ചാത്തപിക്കുമ്പോൾ ശൈത്താൻ തോറ്റു പോവുകയാണ്. നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് ശൈത്താൻ വീണ്ടും നീ പശ്ചാത്തപിക്കുമ്പോൾ തോറ്റു പോവുകയാണ്. അങ്ങനെ ശൈത്താൻ തോറ്റു പോകുന്നത് വരെ നീ അല്ലാഹുവിനോട് ഇങ്ങനെ തൗബ ചെയ്തുകൊണ്ടിരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നമ്മുടെ പാപങ്ങളെ ഇങ്ങനെ നമ്മൾ കഴുകി കളയണം. നമ്മളെല്ലാവരും പാപങ്ങൾ ചെയ്തവരാണ്. അനസ് റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് വ്യഭിചരിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് കള്ള് കുടിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അക്രമം ചെയ്യുന്നത്? നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഹറാമായ രീതിയിൽ എങ്ങനെയാണ് സമ്പാദിക്കുന്നത്? ഇത് റബ്ബ് കാണുന്നുണ്ടല്ലോ, അല്ലാഹു കാണുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഈ പാപങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് അനസ് റളിയല്ലാഹു തആല ചോദിക്കുകയാണ്. നിങ്ങളുടെ ധൈര്യം വല്ലാത്ത ധൈര്യം തന്നെയാണ്. അല്ലാഹു കാണുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും അതേ പാപം ആവർത്തിച്ച് ചെയ്യുന്ന നിങ്ങളുടെ ധൈര്യം വല്ലാത്ത ധൈര്യമാണ്. അല്ലാഹു കാണുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ പാപം ചെയ്യുന്നില്ലേ? എന്നാൽ നിങ്ങൾ അല്ലാഹു കാണുന്നില്ല എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു ഞാൻ ചെയ്യുന്ന ഹറാമുകൾ കാണുന്നില്ല എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുസ്ലിമല്ല, നിങ്ങൾ കാഫിറാണ്. അല്ലാഹു കാണുന്നില്ല എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അല്ലാഹു എല്ലാം കാണുന്നുണ്ട്, അല്ലാഹു കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും എങ്ങനെയാണ് ഇത്രയും വലിയ പാപങ്ങൾ ചെയ്യുന്നതെന്ന് അനസ് റളിയല്ലാഹു തആല ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം. അല്ലാഹു കാണുന്നുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ ചെയ്യുന്ന എല്ലാ ഹറാമുകളും അല്ലാഹു കാണുന്നുണ്ടെന്ന് നമുക്കറിയാം. എന്നിട്ടും നമ്മൾ ആ പാപങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു ചോദിച്ചത്, നിങ്ങളുടെ ധൈര്യം വല്ലാത്ത ധൈര്യമാണ്, നിങ്ങളുടെ ധൈര്യം വല്ലാത്ത ധൈര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ 7 പ്രാവശ്യം ഒരു പാപത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് കള്ളു കുടിക്കാൻ അവസരം ലഭിച്ചു, അവൻ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആ കള്ളു കുടിക്കാതിരുന്നാൽ, അങ്ങനെ 7 പ്രാവശ്യം അവസരം ഉണ്ടായിട്ട് ആ തിന്മയിൽ നിന്ന് അവൻ മാറി നിന്ന് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തെറ്റുകൊണ്ട് അവനെ പരീക്ഷിക്കുകയില്ല. 7 പ്രാവശ്യം ഒരു മനുഷ്യൻ ഒരു തിന്മയിൽ നിന്ന് മാറി നിന്നാൽ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാറി നിന്ന് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തെറ്റുകൊണ്ട് വീണ്ടും അവനെ പരീക്ഷിക്കുകയില്ലെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഇനി 7 പ്രാവശ്യം ഒരു മനുഷ്യൻ ആ തെറ്റിലേക്ക് പോയി കഴിഞ്ഞാലോ, 7 പ്രാവശ്യം ആ മനുഷ്യൻ തെറ്റിലേക്ക് ചെയ്താൽ പിന്നെ ആ തെറ്റിനടിമപ്പെടുകയാണ് ആ മനുഷ്യൻ. ആ തെറ്റ് പിന്നെ അവനെ ഉപേക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവൻ മാറുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. അല്ലാഹു
അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ് وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. അള്ളാഹുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കുകയും അവന്റെ ശരീരത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടല്ലോ. ചില മനുഷ്യർക്ക് കള്ളുകുടിക്കാൻ ആഗ്രഹമുണ്ടാകും, വ്യഭിചരിക്കാൻ ആഗ്രഹമുണ്ടാകും, പലിശയുമായി ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ടാകും. ഇത് അള്ളാഹുവിന് വേണ്ടി അവന്റെ ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ ഒരു മനുഷ്യൻ ഇട്ട് കഴിഞ്ഞാൽ, അള്ളാഹുവിന് വേണ്ടി ഒരു മനുഷ്യൻ ഈ തിന്മയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഫൈനൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവന്റെ സങ്കേതം സ്വർഗ്ഗമാണ്, അവന്റെ സങ്കേതം സ്വർഗ്ഗമാണ്, അവൻ സ്വർഗ്ഗവാസിയാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വലിയ പാപങ്ങളുണ്ട്, നമുക്കറിയാം വലിയ പാപങ്ങൾ. അതിൽ നാം മനസ്സിലാക്കുന്ന ചില വലിയ പാപങ്ങളുണ്ട്. അതുപോലെ അല്ലാഹു തആല വെറുക്കുന്ന ഒരു പാപമാണ് മറ്റു മനുഷ്യരോട് അക്രമം കാണിക്കുക എന്നത്. നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണ്. മനുഷ്യരോട് അക്രമം കാണിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വെറുക്കുന്ന പാപമാണ്. അതുപോലെ കുടുംബബന്ധം മുറിക്കുക എന്നതും, ഇത് രണ്ടും വലിയ പാപമാണ്. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ നാം കുടുംബബന്ധത്തെ ചേർക്കുകയും മറ്റുള്ളവരോട് അക്രമം കാണിക്കാതിരിക്കുകയും ചെയ്യണം. വലിയ പാപങ്ങളിൽ നിന്നൊക്കെ നാം ഒഴിവാക്കണം. അല്ലാഹുവിന് തൗബ ചെയ്യുന്നവരെ ഇഷ്ടമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ കടന്നു വന്ന് മൂസാ നബിയോട് പറഞ്ഞു, അല്ലയോ മൂസാ നബിയേ, വെള്ളമില്ലാതെ മഴയില്ലാതെ നമ്മൾ വല്ലാതെ വിഷമിക്കുകയാണ്. നമ്മുടെ സമൂഹം മഴയില്ലാതെ വെള്ളമില്ലാതെ വല്ലാതെ വിഷമിക്കുകയാണ്. മൂസാ നബിയേ, അങ്ങ് ഒന്ന് മഴ പെയ്യാൻ വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ് നീ മഴ നൽകണേ അല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അല്ലാഹു ആ ദുആ സ്വീകരിക്കുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന് മൂസാ നബിയോട് പറഞ്ഞു, അല്ലയോ മൂസാ നബിയേ, ഈ കൂട്ടത്തിൽ വന്നവരിൽ ഒരു പാപിയായ മനുഷ്യനുണ്ട് നബിയേ. 40 വർഷമായിട്ട് അല്ലാഹുവിനെ അനുസരിക്കാതെ തെമ്മാടിയായി ഹറാമ് ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട് നബിയേ. ആ മനുഷ്യനോട് എഴുന്നേറ്റ് പോകാൻ നബിയേ, എങ്കിൽ മാത്രമേ അങ്ങയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുള്ളൂ. അങ്ങയുടെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഈ മനുഷ്യൻ എഴുന്നേറ്റ് പോകണമെന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ആ സമൂഹത്തോട് പറഞ്ഞു, ഈ കൂട്ടത്തിൽ നിന്ന് 40 വർഷം കൊണ്ട് അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന് എതിരെ പ്രവർത്തിക്കുന്ന മനുഷ്യൻ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോവുക. ആ കൂട്ടത്തിലിരുന്ന ആ പാപിയായ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഈ കൂട്ടത്തിൽ നിന്ന് 70,000-ഓളം വരുന്ന ആളുകളാണ്. ഈ കൂട്ടത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോയാൽ എല്ലാവരും എന്നെ ആക്ഷേപിക്കുമല്ലോ, എല്ലാവരും എന്നെ പരിഹസിക്കുമല്ലോ, എല്ലാവരും എന്നെ കളിയാക്കുമല്ലോ. ആ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, ഞാൻ പാപം ചെയ്ത വലിയ പാപിയാണ് അല്ലാഹ്, എങ്കിൽ എനിക്ക് നീ പുറത്തു തരണമേ അല്ലാഹ്. ഇനി ഞാൻ പാപം ചെയ്യൂല റബ്ബേ, എനിക്ക് നീ പുറത്തു തരണമേ അല്ലാഹ് എന്ന് ആ മനുഷ്യൻ ആത്മാർത്ഥതയോടുകൂടി ദുആ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആയെ അല്ലാഹു സ്വീകരിക്കുകയും അല്ലാഹു മഴ നൽകുകയും ചെയ്യുന്നു. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹ്, ഞാൻ ദുആ ചെയ്തപ്പോൾ ഈ കൂട്ടത്തിൽ നിന്നും ഒരാൾ പുറത്തേക്ക് പോയാൽ മാത്രമേ അങ്ങ് ദുആ സ്വീകരിക്കുകയുള്ളൂന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് മഴ പെയ്തതെന്ന് ജിബ്രീലിനോട് ചോദിച്ചപ്പോൾ ജിബ്രീൽ പറയുകയാണ്, ആ മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു.
പ്രിയപ്പെട്ടവരെ, നാം തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങളെ ദുആ ചെയ്യണം. അള്ളാഹുവിനെ തൗബ ചെയ്യുന്നവനെ വളരെ ഇഷ്ടമാണ്. പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവനെ വളരെ ഇഷ്ടമാണ്. ഒരു മനുഷ്യൻ പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തഹജ്ജുദ് പതിവാക്കുക. തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ, തഹജ്ജുദ് പതിവാക്കുന്ന മനുഷ്യനെ അല്ലാഹു പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങൾ, നമ്മൾ വുളൂ ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയാണ്. ചെറിയ പാപങ്ങൾ നമ്മൾ ദുഹർ നിസ്കരിച്ച് അസർ നിസ്കരിക്കുമ്പോൾ അതിനിടയിലുള്ള പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാണ്. നമ്മൾ രണ്ട് ജുമാഅയ്ക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാണ്. 2 റമദാനുകൾക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാണ്. ഇങ്ങനെ ചെറിയ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരുമ്പോൾ വലിയ പാപങ്ങൾക്ക് ആത്മാർത്ഥതയോടുകൂടി, ആത്മാർത്ഥമായിട്ട് പടച്ചവനോട് കണ്ണീരോടുകൂടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, ഇന്ന പാപങ്ങൾ ഞങ്ങൾ ചെയ്തവനാണല്ലാ, നീ എനിക്ക് പുറത്തു തരണമേ അല്ലാ എന്ന് പ്രിയപ്പെട്ടവരെ നാം അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. അല്ലാഹു ചോദിക്കുകയാണ്, അവനോട് നിങ്ങൾ ആവശ്യങ്ങൾ പറയൂ, നിങ്ങൾ അവനോട് നിങ്ങൾ ആവശ്യങ്ങളെ തേടൂ, നിങ്ങളുടെ കാരുണ്യവാനാണ് അല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ എന്ത് ചോദിച്ചാലും തരുന്നവനാണ് അല്ലാഹ്. നിങ്ങൾ എന്ത് ആവശ്യങ്ങൾ പറഞ്ഞാലും തരുന്നവനാണ് അല്ലാഹ്. നിങ്ങൾ എത്ര വലിയ ആവശ്യങ്ങൾ തേടിയാലും തരാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ പടച്ചവനോട് ചോദിക്കുക. എത്ര വലിയ കാര്യമാണെങ്കിലും, എത്ര വലിയ ആവശ്യമാണെങ്കിലും, എത്ര വലിയ ആവശ്യമാണെങ്കിലും നിങ്ങൾ പടച്ചവനോട് ചോദിക്കുക. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു മകനോട് ഉപദേശിക്കുകയാണ്, യാ ബുനയ്യ, അല്ലയോ മകനെ, നിങ്ങൾ പാപം ചെയ്താൽ, നീ പാപം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിന്റെ റബ്ബിനോട് നീ ഖേദിച്ചു മടങ്ങുക. നീ പാപം ചെയ്തു കഴിഞ്ഞാൽ നിന്റെ റബ്ബിനോട് ഉടനെ തൗബ ചെയ്യുക എന്ന് ലുഖ്മാനുൽ ഹകീം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം അല്ലാഹുവിനോട് തൗബ ചെയ്യണം, പടച്ചവനോട് പശ്ചാത്തപിച്ച് മടങ്ങണം. എല്ലാ പാപങ്ങളും റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. അപ്പോൾ മാത്രമാണ് നാം യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത്. ഒരു മനുഷ്യൻ പള്ളിയിലിരുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. اللهم إني أستغفرك وأتوب إليك اللهم إني أستغفرك وأتوب إليك മനുഷ്യൻ ഇങ്ങനെ തൗബ ചെയ്യുകയാണ്. ഇത് കണ്ട അലി റളിയല്ലാഹു തആല അൻഹു അമീറുൽ മുഅ്മിനീൻ ആ മനുഷ്യനോട് ചെന്നിട്ട് പറഞ്ഞു, കദ്ദാബിന്റെ തൗബയാണിത്, ഇത് കദ്ദാബിന്റെ തൗബയാണ്. ആ മനുഷ്യൻ ചോദിച്ചു, മാ ഹിയ തൗബ, എന്താണ് അലിയാര് തങ്ങളെ തൗബ? അലിയാര് തങ്ങൾ പറയുകയാണ്, അലിയാര് തങ്ങൾ 6 കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ തൗബ ചെയ്യുമ്പോൾ നിങ്ങൾ കഴിഞ്ഞുപോയ പാപങ്ങളെ ഖേദിച്ചുകൊണ്ട്, റബ്ബേ എന്റെ പാപം നീ പൊറുക്കണേ അല്ലാ, എന്റെ പാപം നീ പൊറുക്കണേ അല്ലാ എന്ന് ഖേദിച്ചുകൊണ്ട് ദുആ ചെയ്യണം. അതുപോലെ നഷ്ടപ്പെട്ടു പോയ ഇബാദത്തുകളുണ്ടല്ലോ, നഷ്ടപ്പെട്ടു പോയ നമസ്കാരങ്ങൾ, നോമ്പുകൾ, മറ്റെല്ലാ കർമ്മങ്ങളും നീ ആ കർമ്മങ്ങളെല്ലാം നീ അതാവിടണം. ബാധ്യതകളുണ്ടെങ്കിൽ ആ ബാധ്യതകളെ തിരിച്ചു കൊടുക്കണം. നീ എത്രത്തോളം നീ കണ്ണീരോടുകൂടിയാണോ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹു അത്രയ്ക്കും ദുആയ്ക്ക് ഇജാബത്ത് നൽകുന്നതാണ്. അതുപോലെ നീ എത്രത്തോളം ചിരിച്ചോ അത്രത്തോളം റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹുവിന് ദുആ ചെയ്യുന്നവരെ വളരെ ഇഷ്ടമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് നാം പാപികളായ നാം ഓരോരുത്തരും റബ്ബിനോട് എല്ലാ തിന്മകളും, നാം ഇന്ന് പാപം ചെയ്തവരാണെങ്കിൽ കുറച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ആ പാപം ചെയ്തേക്കാം, പക്ഷേ നാം തൗബ ചെയ്യുക, പിന്നീട് പാപം ചെയ്താൽ വീണ്ടും നാം തൗബ ചെയ്യുക.
തൗബ ചെയ്ത് നന്നായ മനുഷ്യൻ നീ മുമ്പ് ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് ആക്ഷേപിക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ തൗബ ചെയ്തു നീ മുമ്പ് ഇങ്ങനത്തവനായിരുന്നല്ലോ എന്ന് ഒരിക്കലും പറയാൻ നമുക്ക് അവകാശമില്ല. അള്ളാഹുവിന് ഒരു മനുഷ്യൻ തൗബ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. അള്ളാഹു ഒരു മനുഷ്യൻ തൗബ ചെയ്യുമ്പോൾ സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എല്ലാവരും റബ്ബിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കണ്ണീരോടുകൂടി ദുആ ചെയ്യുക. മരിക്കുമ്പോൾ പാപിയല്ലാത്ത രീതിയിൽ ഒരു പശ്ചാത്തപിച്ച മനുഷ്യനെ കബറടക്കുമ്പോൾ അവന്റെ ചുറ്റുപാടുമുള്ള കബറാളികൾക്ക് അല്ലാഹു 40 ദിവസം അദാബ് മാറ്റി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങളുടെ ആവശ്യത്തെ തേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ ആവശ്യമാണെങ്കിലും അല്ലാഹു ആ ആവശ്യത്തെ നിറവേറ്റുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാമം ദാറുസ്സലാമിൽ മരണപ്പെട്ട റംലാബിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഭർത്താവ് അബ്ദുസ്സലാം സാർ 313 രൂപ അല്ലാഹു സംഭാവനയെ സ്വീകരിക്കുകയും അവരുടെ പാപങ്ങൾ പുറത്തു അള്ളാഹുവിനെ ചെയ്യുമാറാകട്ടെ. മാമം കോട്ടയത്തെ മരണപ്പെട്ട അബ്ദുൾ റഷീദിന് വേണ്ടി ദുആ ചെയ്യാൻ 313 രൂപ അല്ലാഹു ഈ സംഭാവനയെ സ്വീകരിക്കുകയും അവരുടെ പാപങ്ങൾ പുറത്തു അള്ളാഹുവിനെ ചെയ്യുമാറാകട്ടെ. മൂപ്പൻ വീട്ടിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മക്കൾ 500 രൂപ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭാവനയെ സ്വീകരിക്കുകയും അവരുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്കും ഭാര്യയ്ക്കും സഹോദരനും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 150 രൂപ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭാവനയെ സ്വീകരിക്കുകയും അവരുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ട കമാൽ ഹാജിക്കും അനസിനും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 100 രൂപ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭാവനയെ സ്വീകരിക്കുകയും അവരുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്കും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കും വേണ്ടി ദുആ ചെയ്യാൻ മകൻ 200 രൂപ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സംഭാവന സ്വീകരിക്കുകയും അവരുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ദുആ ചെയ്യാൻ സഹോദരൻ 100 രൂപ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭാവനയെ സ്വീകരിക്കുകയും അവരുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. ഇടയിലെ വീട്ടിൽ മരണപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർക്കും ഭാര്യ ഫാത്തിമ ബീവിക്കും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും വേണ്ടി ദുആ ചെയ്യാൻ 200 രൂപ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭാവനയെ സ്വീകരിക്കുകയും അവരുടെ പാപങ്ങൾ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി മനസ്സ് നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭാവനയെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നസീറ ബീവി 500 രൂപ അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭാവനയെ സ്വീകരിക്കുമാറാകട്ടെ. മരണപ്പെട്ട ഭാര്യയ്ക്ക് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ റഷീദ് 500 രൂപ അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭാവനയെ സ്വീകരിക്കുകയും അവരുടെ പാപങ്ങൾ മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 200 രൂപ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭാവനയെ സ്വീകരിക്കുകയും അവരുടെ പാപങ്ങൾ മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ സലീം 5000 രൂപ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭാവനയെ സ്വീകരിക്കുകയും അവരുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റഹ്മാനിറഹീമായ കലിമത്തുള്ളാഹി അല്ലാഹ് ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഒട്ടനവധി പാപം ചെയ്ത പാപികളാണ് അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി പുഞ്ചിരിയോട് കൂടി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈമാനില്ലാതെ
കൊടുക്കലേ അല്ല. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പലരും കബറിലാണ് റബ്ബേ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, അവർക്ക് നീ സ്വർഗം നൽകണേ അല്ല. സംഭാവന നൽകിയ പലരുമുണ്ട് റഹ്മാനെ, അല്ലാഹുവേ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ കബറുകളിൽ കിടക്കുന്ന അല്ലാഹുവേ സഹോദരങ്ങൾക്ക് ദുആ ചെയ്യാൻ നൽകിയ സംഭാവനകളാണ് റഹ്മാനെ. ഇതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്ക് നീ സ്വർഗം വാജിബാക്കണേ അല്ലാ. അല്ലാഹുവേ ഖബറിന്റെ എല്ലാ അദാബുകളെ തൊട്ടും കാക്കണേ അല്ലാ. ആഖിറം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിന്റെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. പല ആഗ്രഹങ്ങളും പല നിയ്യത്തുകളും ഉള്ളവരാണ് റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ കടങ്ങളും എല്ലാ വിഷമങ്ങളും പരിഹരിക്കണേ റഹ്മാനെ. എല്ലാ മാരകമായ രോഗങ്ങളും തൊട്ടും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഓപ്പറേഷൻ വേണ്ടി വരുന്ന എല്ലാ രോഗങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് റഹ്മാനെ, വാഹന അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കുടുംബത്തിൽ നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് സ്വാധീനങ്ങളാക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള സന്താനങ്ങളാക്കണേ അല്ലാ. എല്ലാ രോഗികളുടെയും രോഗങ്ങളെ മാറ്റി കൊടുക്കണേ റബ്ബേ. ഈ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിറം നീ ജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീം. കേരളമയിൽ സംസ്കാരമുണ്ട് ഷംസുദ്ദീൻ പാലച്ചിറ, മുഹമ്മദ് വിലവോട്, ഹനീഫ ബീവി കലേപുരം, റാഹില കടിയംകുളം, നബീസ ബീവി വേമൂർ, ഹക്കീം മൗലവി കട്ടത്തുമല, ജമീല ബീവി പറയത്ത് പോണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കൊക്കെ മംഗലാപുരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മരണപ്പെട്ടു പോയവർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീം. السلام عليكم معاشر المسلمين رحمكم الله. الجمعة حج الفقراء والمساقين وعيد المؤمنين. الخطبة تقوم مقام ركعتين من الفرض. إذا صعد الخطيب على المنبر فلا يتكلمن أحد، فمن تكلم وقد لها ومن لها ولا جمعة له. استمعوا ليغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة